ആദ്യത്തെ നമ്മുടെ മത്സരാർത്ഥി. This is Vineet and this is Asif. നമസ്കാരം. വിനീതേട്ടനെ എനിക്ക് നന്നായിട്ട് അറിയാം. വിനീതേട്ടൻ അമറിൽ ചെയ്തിട്ടില്ലേ? അഭിനയിച്ചിട്ടുണ്ട്. അത് നമ്മുടെ നമിതയൊക്കെ സ്റ്റേജിൽ ഡാൻസ് കളിക്കില്ലേ, ആ സമയത്ത് മറ്റേ കമ്മിറ്റിക്കാരനായിട്ടുള്ള വേഷമൊക്കെ ചെയ്തിട്ടുണ്ട്. ആണല്ലേ. അടുത്തതായി ഡോലാരെ. അതിന് തൊട്ടുമുമ്പുള്ള പുള്ളിയുടെ അടുത്ത് വന്ന് സംസാരിക്കണൊക്കെ വിനീതേട്ടനാണ്. നമ്മൊരു വലിയ അവസരമാണ് സാർ. നാഷികയാണ് എനിക്കൊരു വേഷം തന്നത്. അതിൽ ഭാഗമാകാൻ കഴിഞ്ഞത് വലിയ ഭാഗ്യമായിട്ട് തന്നെ കരുതുന്നു. എനിക്ക് ഇവന്റെ ജീൻസിലിട്ട കൊലിസ് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഷർട്ടാണ് ഇഷ്ടപ്പെട്ടത്. ഞാൻ അതിൽ ഏലം വെക്കുന്നു. ഷർട്ട് ഇടാനുള്ള ഭാഗ്യം എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. കാരണം വെച്ചാൽ ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോൾ വീട്ടിലെ ആൾക്കാരാണ് പ്രിൻസിപ്പാളും ടീച്ചറൊക്കെ. അപ്പോൾ LKG പഠിക്കുന്ന ഒരു മോനുണ്ട്. അപ്പോൾ എൻ്റെ ഷർട്ട് എടുത്തിട്ട് ആങ്കറിൽ തൂക്കിയിട്ടാണ് പഠിപ്പിക്കുന്നത്. ബ്ലാക്ക്, ഗ്രീൻ, യെല്ലോ, ബ്ലൂ അങ്ങനെ ക്ലാസ് എടുത്തോണ്ടിരിക്കുന്നത്. ഇപ്പം ഞാൻ പെട്ടെന്ന് അടിച്ചു മാറ്റി ഇങ്ങോട്ടേ. വേറെ സംഭവമില്ല ചേട്ടാ, തുടക്കം മുതൽ ഇപ്പൊ പോലും നമുക്ക് സുലഭമായിട്ട് കിട്ടുന്ന പോപ്പിൻസ് എന്ന് പറയുന്ന എല്ലാ കളറും ഉണ്ട്. ഇന്ന് വരെ 2 രൂപ ഇപ്പോഴുള്ളൂ ആ മിഠായി കിട്ടി കഴിഞ്ഞാല്. എങ്ങനെയാണ് ആസിഫ് ഇത്തവണ തകർക്കുവോ? ശ്രമിക്കാം. പുള്ളിക്കാരാണ് മറ്റേ കാസർഗോഡ് എപ്പിസോഡ് കണ്ടിട്ടുണ്ട് കേട്ടാ. അടിപൊളി. ഇപ്പം ഇതിനു മുമ്പ് അദ്ദേഹം പറഞ്ഞു നാദർഷക്ക വേഷം കൊടുത്തു. അപ്പൊ കേശവ മാമന് നാദർഷക്ക വേഷം തന്നില്ല അമറക് ബ്രാൻഡണിയിൽ. നിങ്ങൾ വലിയ പരിചയക്കാരല്ലേ? പിന്നില്ലേ ആ പടത്തില് ആ 3 റോളില്ലേ, അമറക് ആന്റണി, ആ 3 വേഷം എന്നെ കൊണ്ട് ചെയ്യിക്കാന്ന് ആദ്യം പറഞ്ഞാണ്. ആണോ? ട്രിപ്പിൾ റോളാ? ട്രിപ്പിൾ റോള് അവൻ പറഞ്ഞത് തന്നെ. ട്രിപ്പിൾ റോള് എന്നെ കൊണ്ട് ചെയ്യിക്കാന്നാണ്. ലാസ്റ്റ് മൂമെന്റിൽ ഈ പൃഥ്വിരാജ് ഇന്ദ്രജിത്തും ജയസൂര്യമ്മ നാട് ചെയ്തിട്ടുണ്ട്. തട്ടിയെടുത്തു. അതിന്റെ വാശിക്ക് ഞാൻ TV വന്നപ്പോ ഞാൻ പടം കണ്ടത്. തിയേറ്ററിൽ പോയി കണ്ടില്ല. ഇല്ല, കരച്ചിൽ വരും എനിക്ക്. അമറക് ബ്രാൻഡണി കണ്ടിട്ട് ആദ്യമായിട്ടായിരിക്കും ഒരാൾക്ക് അറിയണത്. വിസിൽ മുഴക്കിക്കോട്ടെ. വിസിൽ മുഴക്കിക്കോ. ആ ഗ്യാപ്പ് ലാഗടിക്കണ നല്ലത് വിസിൽ കൊടുക്കണതാ. ഇത്രയും നേരം എന്നെ നല്ലവനാക്കി പറഞ്ഞിട്ട് ഉളുടെ കൂടെ കുറച്ചു നേരം ഇരുന്നപ്പോഴേക്കും എന്റെ സ്വഭാവം മാറിയില്ലടാ. നമസ്കാരം രമേശ് ചേട്ടാ. നമസ്കാരം ബിബി ബ്രായ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, എനിക്ക് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് നടന്ന ഒരു കല്യാണത്തിൻ്റെ വിശേഷങ്ങളാണ്. കല്യാണം എന്ന് പറഞ്ഞാൽ അവിടെ അതിഗംഭീരമായിട്ട് നടത്താൻ ആഘോഷിച്ചിരുന്നൊരു കല്യാണമാണ്. അപ്പോൾ ഞാൻ ആ വീടിൻ്റെ തൊട്ട് അയൽവക്കമായതുകൊണ്ടും എനിക്ക് ആ വീടുമായിട്ട് നല്ലൊരു ബന്ധമുള്ളതുകൊണ്ടും ഞാൻ ഈ കല്യാണാലോചനയൊക്കെ ഞാനും കൂടി അവരോട് പോയിരുന്നു. ചെറുക്കനെക്കുറിച്ച് നല്ല അഭിപ്രായങ്ങൾ പറയുന്നു. ചെറുക്കനെ കണ്ടു നല്ല മുത്തു പോലത്തെ നല്ല മിടുക്കനായ ചെറുക്കൻ. അവന് ജോലി സീലിങ്ങിൻ്റെ ജോലിയാണ്. നമുക്കറിയാം നമ്മുടെ നാട്ടിൽ സീലിങ്ങിൻ്റെ ജോലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു ദിവസം 1000 രൂപയൊക്കെ വരുമാനം ഉറപ്പുള്ള ജോലിയാണ്. അപ്പോൾ ആ പെൺകുട്ടിയുടെ ജീവിതം ഭദ്രമാണ് എന്നൊരു ഉറപ്പിച്ച് നമ്മൾ കല്യാണം വരെ ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്തു. പക്ഷെ കല്യാണത്തിന് 2 ദിവസം മുന്നേ ഈ ചെറുക്കനെ പോലീസ് പിടിച്ചു. ആ ജോലി സ്ഥലത്ത് നിന്ന് പോലീസ് പിടിച്ചുകൊണ്ട് പോവാണ്. അപ്പം നമുക്ക് സംശയം തോന്നി. ഞങ്ങൾ SIയോട് ചെന്ന് ചോദിച്ചു എന്താണ് പ്രശ്നം, ഇങ്ങനെ അവൻ്റെ ജോലി സ്ഥലത്ത് നിന്ന് പോയിക്കേണ്ട ഇത്ര മാന്യമായിട്ടുള്ള സീലിംഗ് എന്ന് പറഞ്ഞ ജോലിയല്ലേ ചെയ്യണേ, അതിനെന്താ അത് പോലീസ് പിടിക്കേണ്ട കാര്യം? പുള്ളി പറഞ്ഞു നിങ്ങൾ ഉദ്ദേശിക്കുന്ന സീലിംഗ് അല്ല, ഈ വ്യാജമതി ഉണ്ടാക്കി കുപ്പിയുടെ മേളിൽ സീൽ ചെയ്ത് കൊടുക്കുന്ന പരിപാടിയാണ് ഇത്. അതിൻ്റെ കൂടെ നിൽക്കുന്ന ചെറുക്കനാണ് ഇത്. അങ്ങനെ ഈ പെൺകുട്ടിക്ക് ഭയങ്കര സങ്കടമായി. കാരണം ഇവർ തമ്മിൽ ഒരുപാട് ഇഷ്ടത്തിലൊക്കെ ആയല്ലോ. അങ്ങനെ ഭയങ്കര വിഷമമായപ്പോൾ ഒരു അമ്മാവനുണ്ട് രമേശ് ചേട്ടാ. ഈ അമ്മാവൻ ഇങ്ങോട്ട് എൻട്രി ആയിട്ട് അമ്മാവൻ പറഞ്ഞു ഇതൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല, എനിക്ക് പരിചയമുള്ള നല്ലൊരു ജോത്സ്യനുണ്ട്, അദ്ദേഹത്തെ പോയി കാണാം, അദ്ദേഹം കാര്യങ്ങളെല്ലാം ശരിയാക്കാം. അങ്ങനെ ജോത്സ്യനെ ഒന്ന് വിളിച്ചു. ഈ കോവിഡ് സമയത്ത് നമുക്ക് നേരിട്ട് പോയി കാണാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ജോത്സ്യനെ വിളിച്ചു. പുള്ളി പറഞ്ഞു ഒരു കഴിഞ്ഞ് തലക്കുറിയുമായിട്ട് രാവിലെ തന്നെ തലക്കുറിയായിട്ട് വരിക, നമുക്കത് നോക്കിയിട്ടെല്ലാം തീരുമാനിക്കാമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം കൃത്യം രാവിലെ 8 മണിയായപ്പോൾ ഈ അമ്മാവൻ ഏതോ ഷാപ്പിൽ നിന്ന് തലക്കറിയും ഒരു എന്തോ പൈൻറ്റിൻ്റെ കുപ്പിയായിട്ട് ഈ ജോത്സ്യൻ്റെ മുമ്പിൽ ചെന്ന് നിൽക്കുകയാണ്. സത്യം രമേശ് ചേട്ടാ. അപ്പോൾ ജോത്സ്യനെ ചോദിച്ചു ഇതെന്നാ പരിപാടി ഈ സംഭവത്ത്? അല്ല നിങ്ങളല്ലേ പറഞ്ഞത് നമുക്ക് പറഞ്ഞാൽ അടിച്ചിട്ടിരുന്ന ജാതകം നോക്കാം. ഇതോ അതല്ല, തലക്കുറി എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ എന്താ പറയുക നമ്മുടെ ജാതകം എന്ന് പറയും നമ്മൾ ഒരു കല്യാണത്തിന് നോക്കേണ്ടത്. അങ്ങനെ അദ്ദേഹം പറഞ്ഞൊരു ചെറുക്കനുമായിട്ട് കല്യാണം ഉറപ്പിച്ചു. വളരെ മനോഹരമായ രീതിയിൽ തന്നെ കല്യാണ ചടങ്ങുകൾ നടന്നു. അമ്മാവൻ്റെ അനുഗ്രഹം മേടിക്കാൻ വേണ്ടി 2 പേരും കൂടി ഇങ്ങനെ വന്നപ്പോഴത്തെ അമ്മാവൻ്റെ അനുഗ്രഹം കൊടുത്തുകൊണ്ട് പറഞ്ഞു നിങ്ങളുടെ മരണം വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവുമെന്ന് പറയും. അത്രയ്ക്ക് തോൽവിയൊരു അമ്മാവനാണ്. അതിനുശേഷമാണ് ഏറ്റവും വലിയൊരു സംഭവം. ഓരോ വണ്ടികളിലായിട്ട് നമ്മൾ വിവാഹത്തിന് വന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവസാനം ഒരു ജീപ്പാണുള്ളത്. ജീപ്പിൽ അത് പുറകിലൊക്കെ ആൾക്കാർ ഫില്ലായി. അപ്പോൾ അമ്മാവന് പോകണമല്ലോ. അമ്മാവൻ ഒരു കാര്യം ചെയ്തു, ജീപ്പിൻ്റെ പുറകിൽ ഒരു കമ്പിയിൽ തൂങ്ങി നിൽക്കുവായി അമ്മാവൻ. ജീപ്പ് പതുക്കെ മൂവായി തുടങ്ങിയപ്പം ഈ പെൺകുട്ടിയുടെ അച്ഛൻ അവിടെ നിൽക്കുന്നത് കണ്ടപ്പോൾ അമ്മാവൻ ഈ പരിസരം മറന്നിട്ട് 2 കൈയും വിട്ടിട്ട് നമുക്ക് അടുത്ത ആഴ്ച കാണാമെന്ന് പറഞ്ഞ് നേരെ പുറകോട്ട് വലന്നടിച്ച് അമ്മാവൻ നടുപൊടിഞ്ഞ് കോട്ടമ്പടി കൂടി അഡ്മിറ്റായി. ഇതിന് ശേഷം ഈ ആശുപത്രിയിൽ നിന്ന് വന്നതിന് ശേഷം അമ്മാവൻ അവരെ വിളിച്ചിട്ട് പറഞ്ഞു മക്കളെ എനിക്ക് അങ്ങനെ ഒരു ചടങ്ങൊക്കെ നടന്ന സമയത്ത് എനിക്ക് അപകടം പറ്റിയോണ്ട് നിങ്ങൾക്കൊന്നും തരാൻ പറ്റിയില്ല. അമ്മാവന് എന്ത് വേണം, മക്കൾക്ക് എന്ത് വേണമെങ്കിലും അമ്മാവൻ മേടിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ മോള് പറഞ്ഞു അമ്മാവൻ എനിക്ക് ഞങ്ങൾ പുറത്തൊക്കെ പോകുന്നില്ലേ ഡയമണ്ടിൻ്റെ എന്തെങ്കിലും ഒന്ന് വേണം, ഡയമണ്ടിൻ്റെ എന്തെങ്കിലും മതി എന്ന് പറഞ്ഞ് അമ്മാവൻ ഓക്കെ അടിച്ചു. പിറ്റേ ദിവസം രാവിലെ അവിടെ ചെന്നു കവറിനകത്തുള്ള
ആ സംഭവം എടുത്ത് അവളുടെ കൈ കൊടുത്ത് അവിടെ തുറന്നു നോക്കിയപ്പോൾ ഒരു കുത്ത് ചീട്ട്. അപ്പോൾ അമ്മ ചോദിച്ചു ചീട്ടെന്നാ, ഇതിനകത്തല്ലേ ഏറ്റവും കൂടുതൽ ഡയമണ്ട് ഇരിക്കുന്നത്, നിനക്കത് ഉപയോഗിക്കാമല്ലോ എന്ന്. താങ്ക് യു. Okay, okay, that is superb. ഇനി ആസിഫ്. ഒരു ദിവസം ഒരാൾ ടൗണിൽ നടന്നുകൊണ്ട് പോകുന്നു. ശ്രദ്ധിച്ച് കേൾക്കണേ, കോമഡി ഉണ്ട്. ടൗണിൽ നടന്നുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ പണ്ടല്ലേ ഹോട്ടലിൻ്റെ പുറത്ത് ഊണ് റെഡി, കഞ്ഞി തയ്യാർ, അങ്ങനെയൊക്കെയാണ് ബോർഡ്. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ വി ആർ നൗ ഓൺ സൊമാറ്റോ, സ്വിഗ്ഗി, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അയാൾ നടന്നുകൊണ്ട് പോകുമ്പോൾ അവിടെ ഒരു ബോർഡ് കണ്ട്, ഫ്രീ വൈഫൈ. അയ്യവാ ഇത് കൊള്ളാല, എൻ്റെ ഫോണെല്ലാം ഒന്ന് അപ്ഡേറ്റ് ആക്കാനുണ്ട്, ഒന്ന് അതിലേക്ക് കയറിയിട്ട് പോകാമെന്ന് പറഞ്ഞു. അയാൾ ഹോട്ടലിലേക്ക് കയറിയപ്പോൾ ഒരു ചേട്ടൻ അവിടെ ഉണ്ട്. ചേട്ടനോട് ചോദിച്ച് വൈഫൈ പാസ്വേഡ്. അപ്പോൾ ചേട്ടൻ നോക്കി പറഞ്ഞു ഓർഡർ ഫസ്റ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ ഓക്കെ എന്ന് പറഞ്ഞ് അവിടെ ഇരുന്നിട്ട് അയാളൊരു ലെമൺ ജ്യൂസ് ഓർഡർ ചെയ്തിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് അയാൾ വീണ്ടും പോയി, ചേട്ടാ വൈഫൈ പാസ്വേഡ്. അപ്പോൾ ഇയാളെ സീറ്റിലേക്ക് നോക്കി, ഒരു ലെമൺ ജ്യൂസ് മാത്രം. അയാൾ പറഞ്ഞു ഓർഡർ ഫസ്റ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ വീണ്ടും പോയി, അയാളൊരു ഫ്രഞ്ച് ഫ്രൈസ് ഓർഡർ ചെയ്തു. എന്നിട്ട് അയാളത് കഴിച്ചിട്ട് വീണ്ടും ആ ചേട്ടൻ്റെ അടുത്ത് പോയി, ചേട്ടാ വൈഫൈ പാസ്വേഡ്. അപ്പോൾ അയാൾ പറഞ്ഞു ഓർഡർ ഫസ്റ്റ് എന്ന് പറഞ്ഞു. ഇയാൾക്ക് ദേഷ്യം വന്നു. നീ എന്ത് പറയുന്നത്, ഞാനിവിടെ ലെമൺ ജ്യൂസ് മേങ്ങി, ഞാൻ ഫ്രഞ്ച് ഫ്രൈസ് മേങ്ങി, നിങ്ങൾ എന്ത് മനസ്സമാറെ പിരാന്താക്കുന്നത്, നിങ്ങൾ ഫ്രീ വൈഫൈ എന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ എല്ലാം മേങ്ങിയിട്ട്. എൻ്റെ പൊന്നു മോനെ നീ ചൂടാവല്ലേ, വൈഫൈൻ്റെ പാസ്വേഡാണ് ഓർഡർ ഫസ്റ്റ്. ഒരു ദിവസം ഒരു അച്ഛനും അമ്മയും മോനും പോകുന്നുണ്ട്. പോയിട്ട് അവർ ഹോട്ടലിലേക്കാണ് പോകുന്നത്. എന്നിട്ട് അവർ ഹോട്ടലിലേക്ക് പോയിട്ട് അവരവിടെ ടേബിളിൽ ഇരുന്നപ്പോൾ അപ്പുറത്തെ ടേബിളിൽ വേറൊരാൾ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഈ മോൻക്ക് നല്ല പരിചയം, എടോ കണ്ട പോലെ ഉണ്ട് ഈ ചങ്ങായിമാറല്ലോ. അപ്പോൾ ഈ മോന് അച്ഛനോട് ഇട്ടു, അച്ഛാ അയാളെ നമുക്ക് കണ്ട പോലെ ഉണ്ടല്ലോ എവിടെയോ. അപ്പോൾ അച്ഛൻ നോക്കിയിട്ട് പറഞ്ഞു ഏയ് ഇല്ല ബന്ധുക്കളാ മറ്റേ അല്ല. അമ്മേനോട് ചോദിച്ചു, അമ്മ ആ ചേട്ടനെ എടോ കണ്ട പരിചയം, ഓനെ ഇതുണ്ടാവുന്നു. അപ്പോൾ അമ്മ പറഞ്ഞു ഇല്ല. അപ്പോൾ എന്നാൽ നമുക്ക് സംശയം തീർക്കണമല്ലോ, ഞങ്ങൾക്ക് രണ്ടാൾക്ക് പരിചയമില്ലാത്ത ഒരാളെ നിങ്ങൾക്ക് എങ്ങനെ അറിയുന്നത്, ബാ പോ അവൻ്റെ അടുത്ത് പോയിട്ട് ചേട്ടാ നിങ്ങൾക്ക് ഞങ്ങളെ പരിചയം ഉണ്ടാവുമെന്ന് ചോദിച്ചു. ചേട്ടൻ പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ സോറി ചേട്ടാ എന്ന് പറഞ്ഞ് ഡൗട്ട് ക്ലിയർ ആയല്ലോ. പോകുമ്പോൾ മോനൊന്നും കൂടി ചോദിച്ച്, അല്ല ചേട്ടൻ എന്ത് ജോലി ചെയ്യുന്ന, പണി എന്ത്? ഞാൻ ബീവറേജിലെ കാഷ്യർ. ശുഭം. Okay, time's up. ഇനി അപ്പോൾ അങ്ങനെ അമ്മാവൻ വീണ്ടും ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ശേഷവും ഈ വീട്ടിലേക്ക് തിരിച്ചു വന്നു. അമ്മാവനല്ലേ, നമുക്ക് ഇറക്കി വിടാനൊന്നും പറ്റത്തില്ലല്ലോ. അപ്പോൾ ഈ അമ്മാവൻ വന്നിട്ട് പറഞ്ഞു, ഈ പറഞ്ഞ പോലെ നിങ്ങൾ എൻ്റെ വീട്ടിലേക്കൊക്കെ വരണം, നിങ്ങൾ ഇവിടെ നിന്നാൽ പോരാ, നമുക്ക് എന്തായാലും ആഘോഷമാക്കണം. കാരണം ഒരു കുഞ്ഞ് ജനിച്ചു അവർക്ക്. അപ്പോൾ കുഞ്ഞിൻ്റെ പേരിടൽ കർമ്മം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുഞ്ഞിനെ മടിയിലിരുത്തി ഈ അച്ഛൻ പേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ അമ്മാവൻ, ഈ ചില അമ്മാവന്മാരുണ്ടല്ലോ ആവശ്യമില്ലാത്ത കമൻറ്റുകൾ പറയുന്ന ചില ആൾക്കാരുണ്ട്. ഈ പുള്ളി വെറുതെ പറഞ്ഞതാണ്, ഇത് കറക്റ്റ് കുട്ടിക്കൂറ പോലെ ഇരിക്കും. ആ മടിയിലിരിക്കുന്നത് കുട്ടി, ആ കുട്ടിയെ എടുത്ത് വെച്ചേക്കുന്ന ആൾ കൂറ, ഇയാൾക്ക് ഇഷ്ടപ്പെടുവോ? അങ്ങനെ ഒരു പോട്ടിയായി. അതിനുശേഷം ഇവർ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ അത്യാവശ്യം ഈ മദ്യപാന സഭ അവിടെ ഉണ്ടായി. ആ സമയത്ത് 2 എണ്ണമൊക്കെ അടിച്ചിട്ട് അമ്മാവൻ വെളിയിൽ ഒരു കല്ലിൻ്റെ പുറത്തിരിക്കുക, മാസ്ക് ഒന്നും വെച്ചിട്ടില്ല. പോലീസിൻ്റെ ജീപ്പ് പാഞ്ഞു വരുന്നത് കണ്ടപ്പോൾ ഈ കൂടെ ഇരിക്കുന്ന ആൾ പറഞ്ഞു നമുക്ക് അങ്ങനെയാണെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പോൾ മാമൻ പറഞ്ഞു പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, പോലീസ് വന്ന വിഷയമൊന്നുമില്ല. 2 പോലീസുകാർ ഇറങ്ങി അമ്മാവനോട് ചോദിച്ചു എന്താ ചെയ്യുന്നത്, ഞങ്ങളിവിടെ ചടങ്ങിന് വന്നാൽ കഴിച്ചിട്ടുണ്ടോ സാറേ? 2 കഴിച്ചിട്ടുണ്ട്. ഓക്കെ, ഈ സമയത്ത് ഇങ്ങനെ ഇരിക്കാൻ പാടില്ലെന്ന് അറിയില്ല, നിങ്ങളുടെ ID കാർഡ് ഉണ്ടോ? ID കാർഡ് ഉണ്ട്. എന്നാൽ ID കാർഡിങ് തന്നെ പോലീസ് ID കാർഡ് എടുത്ത് നോക്കിയിട്ട് പറഞ്ഞു നിങ്ങൾ അച്ഛൻ്റെ പേരെന്താ? അപ്പോൾ അമ്മാവൻ പറഞ്ഞു അച്ഛൻ്റെ പേര് പ്രകാശൻ. അപ്പോൾ ഇതിനകത്ത് എഴുതിയേക്കുന്നത് വിജയൻ എന്നാണല്ലോ. അതിന് വ്യത്യാസം വന്നത് പെട്ടെന്ന് അമ്മാവന് കിളി പോയിട്ട് അമ്മാവൻ ഒരു കാരണം ഉണ്ടാക്കി പറഞ്ഞത്, ആദ്യത്തെ അച്ഛൻ, ഈ ശരിക്കുള്ള ഒറിജിനൽ അച്ഛൻ അമ്മയെ ഉപേക്ഷിച്ച് പോയി, 2ാമതൊന്നും അച്ഛൻ്റെ പേരാണ് ഞാൻ ആദ്യം ഓർത്ത് പറഞ്ഞതെന്ന് ഒന്ന് ആലോചിച്ച് നോക്കി. ഈ അമ്മാവൻ ഇതുപോലെ തന്നെ എനിക്ക് പോലീസുകാർ പോവുകയും ചെയ്തു. നമ്മുടെ തൃശ്ശൂർ പാലക്കാട് നിന്ന് കുറച്ച് പേര്, ഹരിപ്പാടിനടുത്താണ് ഈ കഥ കിടക്കുന്നത്. തൃശ്ശൂർ പാലക്കാട് ഭാഗത്ത് നിന്ന് കുറച്ച് പേര് കാറിൽ ഇങ്ങോട്ട് വന്നിട്ട് ചോദിച്ചു ചേട്ടാ ഹരിപ്പാട് അമ്പലത്തിൽ എത്ര മൈലുണ്ട്? ഉടനെ അമ്മാവൻ പറയാം 3 മൈലുണ്ട്, 2 ചാത്ത് പോയി പറഞ്ഞാൽ അവിടെ കാണും പോയി നോക്കിക്കൊന്നു. ഒന്ന് ആലോചിച്ച് നോക്കി. ഇപ്പോൾ കോവിഡ് കേസിനേക്കാളും കൂടുതൽ ഫുഡ് ബ്ലോഗേഴ്സാണ്. അപ്പോൾ പണ്ടല്ലോ നമുക്ക് ഹോട്ടലിൽ പൈസ ഇല്ലെങ്കിൽ ഹോട്ടലിലേക്ക് പോകാൻ ഭയങ്കര പേടിയാണ്. ഇപ്പം അങ്ങനെയല്ല, നമുക്കൊരു മൊബൈലും യൂട്യൂബ് ചാനലുണ്ടെങ്കിൽ ഹോട്ടലിലേക്ക് ധൈര്യമായിട്ട് പോകാം. ഒരു ദിവസം ഞാൻ ഭയങ്കര വിശന്നിരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ എൻ്റെ പൈസ ഒന്നുമില്ല. അപ്പോൾ എനിക്ക് വിശക്കുന്നുണ്ട് നന്നായിട്ട്. ഞാൻ എന്താ ചെയ്ത് ഒന്നും നോക്കിയില്ല, നേരെ ഹോട്ടലിലേക്ക് കയറി ഹോട്ടലിൻ്റെ അടുക്കളയിൽ കയറിയിട്ട് അവിടുന്ന് ചട്ടിയിൽ നിന്ന് ഒരു ചിക്കൻ്റെ പീസ് എടുത്ത്
എടുത്തിട്ട് അപ്പം തന്നെ ഞാൻ ഫോൺ എടുത്തിട്ട് ഹലോ ഗൈസ്, ഞാനിപ്പോൾ ഉള്ളത് ആമുവിൻ്റെ ചായക്കടയിലാണ്. എൻ്റെ ഒന്നാമത്തെ കഴിഞ്ഞ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കുന്നു. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ചിക്കൻ പൊട്ടിത്തെറിച്ചതാണ്. ആമുവിൻ്റെ പല സ്പെഷ്യൽ ഐറ്റം ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. ഇനി ചിക്കൻ ചീറിപ്പാഞ്ഞതുണ്ട്, ചിക്കൻ അന്തം വിട്ടതുണ്ട്, ചിക്കൻ കയ്യിൽ പോയതുണ്ട്. അങ്ങനെ ആമുവിൻ്റെ ഫുള്ള് സ്പെഷ്യൽ സാധനം തന്നെ മോനെ ഇവിടെ ഒന്നും നോക്കാനില്ലെന്ന് പറഞ്ഞിട്ട് ഫുഡും അടിച്ചിട്ട് വേറെ നിറച്ചിട്ട് ഞാൻ നൈസായിട്ട് ഇറങ്ങിപ്പോയി. ഇപ്പോൾ അന്യസംസ്ഥാന തൊഴിലാളികളാണ്, എവിടെ പോയാലും അന്യസംസ്ഥാന തൊഴിലാളികളാണ്. അപ്പോൾ ഞങ്ങളുടെ നാട്ടിലൊരു ഫേമസ് ഹോട്ടലുണ്ട്. അവിടെ 5 വർഷം മുമ്പ് വന്ന ഒരു ബംഗാളി അസ്ലം ഭായ്, ഇപ്പോൾ അയാൾ ഇറ്റാലിയൻ ഷെഫാണ് ആ ഹോട്ടലിൽ. അപ്പോൾ സംഭവം വെച്ചാൽ എനിക്കൊരു ദിവസം ഭയങ്കര വേറെ വേദന എന്ന് പറഞ്ഞാലുണ്ടല്ലോ മോനെ സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനത്തെ വേറെ നമ്പലോ. ഞാൻ എന്താക്കി, ഹോസ്പിറ്റലിലേക്ക് പോയി. രാത്രി തന്നെ ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് ഞാൻ പാടൊരു നഴ്സ് ഉണ്ടായി. ഓളെ കണ്ടിട്ട് ഓളോട് പറഞ്ഞു, ഡോക്ടർ ഏതെങ്കിലും ഉണ്ടോ, വേറെ വേദനയാ മോനേന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ ഞാൻ ഓക്കെ പെട്ടെന്ന് കേൾക്കാമെന്ന് പറഞ്ഞിട്ട് ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ എന്നോട്, എന്ത് പറ്റി ചേട്ടാ, വേറെ വേദനയാണോ? എൻ്റെ 1 മിനിറ്റിൽ എൻ്റെ വേറെ വേദന പോയി. കാരണം എനിക്കറിയാം 5 വർഷം മുമ്പ് ക്ലീനിങ്ങിന് വന്ന അസ്ലം ഭായി ഇന്നടുത്ത ഇറ്റാലിയൻ ഷെഫാണ്. ഇനി ഇയാൾ ഈ ഹോസ്പിറ്റലിൽ വല്ല ട്രോളി എന്താ സ്ട്രക്ചർ എന്താ മറ്റേ വന്ന വല്ല ബംഗാളിനെ പിടിച്ചിട്ടാണ് ഇവിടെ ഡോക്ടറാക്കിയത്. അങ്ങനെ രണ്ടുപേരുടെയും പെർഫോമൻസ് ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി ഇതെങ്ങനെ ഇരുന്നു എന്നുള്ളതൊക്കെ നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം. രമേശ് ചേട്ടാ, വിപിൻ ചേട്ടാ, രണ്ടുപേരുടെയും മുൻപുള്ള പെർഫോമൻസുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ആസിഫ് മിടുക്കനാണ്, വിനീതും മിടുക്കനാണ്. പക്ഷേ പലപ്പോഴും ഞങ്ങളൊക്കെ ടി വിയിൽ പരിപാടി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സ്റ്റേജിൽ പരിപാടി ചെയ്യുമ്പോഴെല്ലാം വലിയ പാടാണ് ഹാസ്യം ചെയ്യാൻ. അത് ഹാസ്യം ചെയ്ത് എല്ലാവരും എല്ലാ കാലത്തും പറയാറുണ്ട്, ഹാസ്യം ചെയ്യുക എന്ന് പറയുന്നത് വലിയ പാടാണ്. നമ്മൾ 1 മണിക്കൂറിൻ്റെ എപ്പിസോഡ്, അങ്ങനത്തെ 400 എപ്പിസോഡ്, അരമണിക്കൂറിൻ്റെ എപ്പിസോഡ്, അങ്ങനത്തെ 600 എപ്പിസോഡ് എല്ലാ ആഴ്ചയും ഒരു മിനിമം ലെവൽ നമ്മൾ കീപ്പ് ചെയ്യണം എന്നൊക്കെ പറയുന്ന അവസ്ഥയിൽ ചെയ്യുമ്പോഴാണ് ഒരു ആർട്ടിസ്റ്റ് ഉണ്ടാവുന്നത്. അല്ലാതെ ഇപ്പം ഈ ഇൻ്റർനെറ്റ് ഉള്ളത് കൊണ്ടും വൈറലാകുന്ന പരിപാടികളുള്ളത് കൊണ്ട് ഒരാളുടെ ഒരു 10 മിനിറ്റിൻ്റെ പെർഫോമൻസ് വൈറലായാൽ മതി അയാൾ ലോക പ്രശസ്തനാവാൻ. പക്ഷേ ആ പ്രശസ്തി നിലനിർത്തിക്കൊണ്ട് പോവുക, അതൊരു 5 വർഷം, 6 വർഷം, 10 വർഷം, 20 വർഷം എന്ന് പറഞ്ഞ് നിൽക്കുന്ന അവസ്ഥയിലോട്ട് എത്തണമെങ്കിൽ നമ്മളുടെ ഇൻപുട്ട് വളരെ കൂടുതലായിരിക്കണം. രണ്ടുപേരും ഹൈ ടാലൻറ്റഡ് ആണ്. ഇപ്പം നിങ്ങളുടെ ഭാഷയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ഇത്. ശരിക്കും പറഞ്ഞാൽ കാസർഗോഡ് ഈ കോസ്റ്റ്യൂമിന്റെ കാര്യം പറഞ്ഞില്ലേ ചേട്ടാ, കാസർഗോഡാണല്ലോ ലോകത്തിലെ ആദ്യത്തെ ഫാഷൻ ഇറങ്ങുന്നത്. അതിൻ്റെയാണ് ഇത്. പിന്നെ വിനീതേട്ടനെ അറിയാം, വിനീതേട്ടൻ ഇത് മാത്രമല്ല ഒരുപാട് കഴിവുള്ള കലാകാരനാണ്. ഇപ്പൊ സീരിയലൊക്കെ ചെയ്യുന്നില്ലേ? ഉണ്ട്. അപ്പോൾ അല്ല, ഞാനതാ ഇത് എന്താ വെച്ചാൽ ഇതിനെ ഇപ്പം ബിബിൻ പറഞ്ഞ വാക്കുണ്ടല്ലോ ജഡ്ജ്മെന്റ് എന്ന് പറഞ്ഞത്, അതല്ല. ഞാൻ ഒരിക്കലും ഞാൻ ഇതുവരെ ഗസ്റ്റായിട്ട് പോയ പരിപാടികൾ പോലും മിമിക്രി പരിപാടിക്കൊന്നും ഞാൻ ജഡ്ജ് ചെയ്യാൻ പോവില്ല. കാരണം നമ്മൾ അതിനുള്ള ആളല്ല, നമ്മൾ ഈ പണി ചെയ്യുന്നവരാണ്. നാളെ നമ്മൾ ചെയ്യുന്ന തമാശയും മോശമാകുമ്പോൾ പ്രേക്ഷകൻ പറയോ അവിടെ ഇരുന്ന് വലിയ അരിഞ്ഞ് പറയുന്ന കണ്ടല്ലോ, ഇവൻ്റെ മറ്റേ തമാശ ചീറ്റിപ്പോലും ആൾക്കാർ നമ്മളോട് പറയും, നമ്മളിത് കേൾക്കുന്നതുമാണ് കേട്ടോ. ഇതൊരു ജഡ്ജ്മെൻറ്റേ അല്ല, നമ്മുടെ ഒരു ഡിസ്കഷനാണ്. നമ്മൾ ഡിസ്കസ് ചെയ്യണം എങ്ങനെയാണ് ഇത് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നത്, എന്തായിരുന്നു ഇന്നത്തെ പോരായ്മ, അതല്ലെങ്കിൽ നമുക്ക് നാളെ പറയാം. അത് ഇപ്പം ഞാനും ധർമ്മനും ചെയ്യുമ്പോൾ ധർമ്മം പറയും എന്നോട്, ഞാൻ അവനോട് പറയും. ഞങ്ങൾ രണ്ടും കൂടെ ഇല്ലെങ്കിൽ ഇവൻ എന്നോട് പറയും. നമുക്ക് കുറച്ച് കൂട്ടുകാരുണ്ട് കണ്ണും പൂട്ടി ചീത്ത വിളിക്കുന്ന ആൾക്കാരുണ്ട്. ആദ്യം അവിടെ കൊണ്ട് പറയുമ്പോൾ തന്നെ ഇവർ നല്ലതാണോ ചീത്തയാണോ നമുക്ക് പറഞ്ഞു തരും. നിങ്ങൾക്കും ഉണ്ടാകും. അപ്പം കുറച്ചും കൂടെ ഒരു ഇൻപുട്ട് അതിനകത്ത് നമ്മൾ ചെയ്താൽ വളരെ നന്നാകാൻ സാധ്യതയുള്ളവരാണ് നിങ്ങളെന്നുള്ളത് കൊണ്ടാണ് ഇതെടുത്ത് പറഞ്ഞത്. വേറൊരു കാര്യം കൂടി പറയാം. എൻ്റെ കയ്യിലും കുറേ കഥകളുണ്ട്. എൻ്റെ കൂട്ടുകാരുടെ ഇടയിൽ പറഞ്ഞ് ചിരിക്കുന്ന ഒരുപാട് കഥകളുണ്ട്. ഞാൻ എന്തുകൊണ്ടത് പറഞ്ഞില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പറഞ്ഞാൽ ഏക്കാൻ സാധ്യതയില്ല എന്നുള്ള ബോധം എനിക്കുണ്ട്. ഞാൻ പറഞ്ഞ മനസ്സിലായ അത് ചിലപ്പോഴേ ഏക്കുള്ളൂ എന്നുള്ള. അപ്പം കൺഫേം ചിരിപ്പിക്കുന്ന സാധനം മാത്രമേ ഞാൻ അവതരിപ്പിക്കാൻ പാടുള്ളൂ എന്നുള്ളതുകൊണ്ടാണ് ഈ നിമിഷം വരെ ഞാൻ ഒരു കഥ പറയാറ്. അതെ, അത് മാത്രമല്ല 9 പുതിയ തമാശ പറഞ്ഞിട്ട് 10ാമത് ഒരു പഴയ തമാശ പറഞ്ഞാൽ ഇത് തന്നെ എപ്പോഴും പറഞ്ഞോണ്ടിരിക്കുന്നതെന്ന് പറയും. ഏറ്റവും വലിയ റിസ്ക് ഇതല്ലേ ഏട്ടാ, ഈ മരണക്കിണർ ഓടിക്കലൊന്നുമല്ലല്ലോ, തമാശ പറയുന്നതിലാണ് ഈ വലിയ റിസ്കാ. അത് ഞൊടിയിടയിൽ ആൾക്കാർ റിയാക്ട് ചെയ്യും. വലിയ ഒരു ടാസ്ക്കാണ്. നിങ്ങൾ നിൽക്കുന്നത് അതിലാണെന്നുള്ള ബോധ്യം ഞങ്ങൾക്കുണ്ട്. പ്രത്യേകിച്ച് ഈ ലോകത്ത് ആരിതിനെ കുറ്റം പറഞ്ഞാലും കംപ്ലൈൻറ്റ് പറഞ്ഞാലും ഞാനും ഇവരൊന്നും ഒരിക്കലും കംപ്ലൈൻ്റ് ആയിട്ടോ ജഡ്ജ്മെൻ്റലായിട്ടോ സംസാരിക്കില്ല. ഈ പണി നല്ലോണം എടുത്ത് പൊട്ടിയതും തെറിച്ചതും അനുഭവിച്ചതും ഒക്കെ ആയിട്ടുള്ള ആളുകൾ തന്നെയാണ് നമ്മൾ. അതുകൊണ്ടുള്ള സ്നേഹം കൊണ്ട് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ബെസ്റ്റ് ഓഫ് ലക്ക് നെക്സ്റ്റ് ടൈം. ഇവർക്കുള്ള സമ്മാനം അനൗൺസ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. RP Entertainments ആണ് ഈ ഒരു സ്നേഹ സമ്മാനം ഇവർക്ക് നൽകുന്നത്. അപ്പോൾ ഇവരിൽ ആരാണ് ഫസ്റ്റ് പ്ലേസ്, സെക്കൻഡ് പ്ലേസ്,
എന്നുള്ളതൊക്കെ രമേശേട്ടൻ പറയൂ. ഇത്തവണ രണ്ടുപേരുടെയും പ്രകടനം ഒരുപോലെ തന്നെയാണ് എനിക്ക് തോന്നിയത്. രണ്ടുപേരും തുല്യരാണ്. ഒന്നാമനാണെങ്കിൽ രണ്ടുപേരും ഒന്നാമൻ, രണ്ടാമനാണെങ്കിൽ രണ്ടുപേരും രണ്ടാമൻ. ഓക്കെ ഓക്കെ. അപ്പൊ പ്രാവശ്യം ഇവരുടെ സമ്മാനം ഷെയർ ചെയ്യുവാണ്. അപ്പോൾ ഇത് ഇവർക്ക് ഹാൻഡ് ഓവർ ചെയ്യാനായിട്ട് ഞാൻ രമേശേട്ടനെ വിളിക്കുന്നു. പ്ലീസ്.